ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ സെയിൽസ് കുറയുമ്പോൾ ഉണ്ടാവുന്ന പ്രോബ്ലംസ് എന്തൊക്കെ, അതുപോലെ എന്താണ് ഇതിന് ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷൻസ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. സെയിൽസ് കുറയുമ്പോൾ ഉണ്ടാവുന്ന 3 മെയിൻ പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്, പക്ഷെ അതിൽ 3 പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് പ്രോബ്ലം പേയ്മെൻറ്റ് റിലേറ്റഡ് പ്രോബ്ലംസ് ആണ്. സെക്കൻഡ് പ്രോബ്ലം എന്ന് പറയുന്നത് സസ്റ്റൈനബിലിറ്റി പ്രോബ്ലംസ് ആണ്. തേർഡ് പ്രോബ്ലം എന്ന് പറയുന്നത് കണ്ടിന്യൂറ്റി പ്രോബ്ലംസ് ആണ്. ഇനി നമുക്ക് ഇത് ഓരോ പ്രോബ്ലം എക്സ്പ്ലോർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എങ്ങനെ ഈ പ്രോബ്ലംസ് ഇല്ലാതെ നോക്കാമെന്നും നോക്കാം. അപ്പോൾ എന്താണ് പേയ്മെൻറ്റ് പ്രോബ്ലംസ്? നമുക്ക് ടു ബിഗിൻ വിത്ത് സാലറീസ് ഡിലേ ആവാം, റെൻറ്റ് ഡിലേ ആവാം, ഒരു ബിസിനസ് നടത്തിക്കൊണ്ടുപോകാൻ ആവശ്യമുള്ള ലീഗൽ ഫോർമാലിറ്റീസിൻ്റെ പേയ്മെൻറ്റ്സ് ഡിലേ ആവാം, നമുക്ക് കൊടുക്കാനുള്ള ഫ്ലോയിലുള്ള സപ്ലയേഴ്സിൻ്റെ പേയ്മെൻറ്റ് ഡിലേ ആവാം. ഇങ്ങനെ കുറേ പേയ്മെൻറ്റ് ഡിലേയ്സ് വെച്ചിട്ടായിരിക്കും നമ്മുടെ സെയിൽസ് കുറഞ്ഞ ബിസിനസ്സിൽ ഫസ്റ്റ് വരുന്ന പ്രോബ്ലംസ്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ലെയറിൽ വരുന്നതാണ് സസ്റ്റൈനബിലിറ്റി. അതായത് നല്ല എംപ്ലോയീസിനെ സസ്റ്റെയിൻ ചെയ്യാതിരിക്കുക, നല്ല ക്വാളിറ്റി ഓഫ് പ്രൊഡക്ഷൻ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതിരിക്കുക, നമ്മുടെ ഫെസിലിറ്റീസ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതിരിക്കുക, നമ്മളുടെ ഹാർഡ് ഏൺഡ് അസറ്റ്സ്, നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പല സംഭവങ്ങളും നമ്മളുടെ നിന്ന് നഷ്ടപ്പെടാം, മെഷീനറീസ് കേടായി പോകും. അങ്ങനെ സസ്റ്റൈനബിലിറ്റി പ്രോബ്ലംസ് വരും. പിന്നെ വരുന്നതാണ് കണ്ടിന്യൂറ്റി പ്രോബ്ലംസ്. കണ്ടിന്യൂറ്റി പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ കണ്ടിന്യൂറ്റിനെ തന്നെ എഫക്റ്റ് ചെയ്യാം, ഒരു സെയിൽസ് പൈപ്പ് ലൈൻ എഫക്റ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു സിംഗിൾ പ്രോബ്ലമാണ് നമ്മൾ വിചാരിക്കും ഈ സെയിൽസ് കുറയുന്നു എന്നുള്ള പ്രോബ്ലം. പക്ഷേ ആക്ച്വലി അത് ഒരുപാട് പ്രോബ്ലംസിനെ ക്രിയേറ്റ് ചെയ്യണ ഒരു പ്രോബ്ലമാണ്. ലൈക്ക് മാർക്കറ്റുകൾ എപ്പോഴും പല രീതിയിലാണ് വർക്ക് ചെയ്യുക, ഓക്കെ. പക്ഷേ നമ്മളുടെ ബിസിനസ്സിൻ്റെ സെയിൽസിനെ നമ്മളെപ്പോഴും ആ ഒരു ടോപ്പ് ലെവലിൽ തന്നെ കീപ്പ് ചെയ്യണം, അതൊരു മസ്റ്റാണ്. ഇനി അതെങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോണത് എങ്ങനെയൊക്കെയാണ് ഈ സെയിൽസ് കുറയുന്ന പ്രോബ്ലത്തിന് നമുക്ക് ഏതൊക്കെ രീതിയിൽ കറക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള സൊല്യൂഷൻസാണ് നമ്മൾ നോക്കാൻ പോണത്, ഓക്കെ. ഫസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിൻ്റെ ഈ സെയിൽസിൻ്റെ സൈഡിനെ നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് അട്രാക്റ്റ്, ഓക്കെ. സെക്കൻഡ് അപ്രോച്ച്, തേർഡ് ആക്ടിവേറ്റ്. ഇനി ഇത് 3ഉം എന്താണെന്ന് നോക്കാം. അട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബിസിനസ്സിലേക്ക് നമ്മൾ സ്ട്രേഞ്ചേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാണ്. അങ്ങനെയാണല്ലോ നമ്മൾ കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കുന്നത്. ഈ പ്രോസസ്സിന് ഒരു വലിയൊരു രീതിയിൽ ചിന്തിച്ച ഈ പ്രോസസ്സിൻ്റെ പേരാണ് മാർക്കറ്റിംഗ്. നമ്മളെങ്ങനെ കസ്റ്റമേഴ്സിനെ നമ്മുടെ ബിസിനസ്സിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു. ഈ 3 പില്ലർ, ഓക്കെ, അട്രാക്റ്റ്, അപ്രോച്ച്, ആക്ടിവേറ്റ്, ഈ 3 പില്ലർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെയിൽസിൻ്റെ പ്രോബ്ലം ഇല്ലാതെ ആവും. അപ്പോൾ നമുക്ക് എങ്ങനെ അത് ചെയ്യണമെന്ന് നോക്കാം. രണ്ടാമത്തതാണ് അപ്രോച്ച്. അപ്രോച്ച് എന്താ? നമ്മളൊരു സ്ട്രേഞ്ചറിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, അതാണ് സെയിൽസ്. അപ്രോച്ച് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു പൈപ്പ് ലൈൻ സ്ട്രോങ് ആയിട്ട് വരും. അതായത് പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രേഞ്ചർ ഒരു കസ്റ്റമർ ആവുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പൈപ്പ് ലൈൻ എന്ന് പറയുന്നത്, ഓക്കെ. മൂന്നാമത്തെ കാര്യമാണ് ആക്ടിവേറ്റ്. ആക്ടിവേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കസ്റ്റമർ എക്സ്പീരിയൻസ്. നമ്മളുടെ ബിസിനസ്സിനായിട്ട് ഒരു കണക്ഷൻ വരുമ്പോൾ എന്താണ് ആ ഒരു കസ്റ്റമർക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ്, അതാണ് മൂന്നാമത്തെ കാര്യം. ഇനി നമ്മൾ ഈ 3 ടോപ്പിക്കും അതിൻ്റെ ടെക്നിക്കൽ സൈഡിലിരുന്ന് നിങ്ങൾക്കിത് എങ്ങനെ നിങ്ങളുടെ ബിസിനസ്സിൽ അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് കസ്റ്റമർ എക്സ്പീരിയൻസ്? നമുക്ക് ഇങ്ങനെ ഇമാജിൻ ചെയ്യാം. അതായത് നമ്മുടെ ബിസിനസ് ഒരു ഐലൻഡാണ്. ഈ ഐലൻഡിൽ ഒരാൾ കയറി വരുന്നു, അവർ ആ ഐലൻഡിൻ്റെ പല സ്ഥലങ്ങളിൽ പോകുന്നു, അവർ ആ ഐലൻഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ ഇടയിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും, ഏതാ കയറി വരുന്ന ആ മൂമെൻറ്റ് തൊട്ട് നമ്മളുടെ ഫസ്റ്റ് എൻക്വയറി അയക്കണത്, നമ്മൾ ഫസ്റ്റ് കൊട്ടേഷൻ അവർക്ക് അയക്കണത്, നമ്മളുടെ ഫസ്റ്റ് സെയിൽസ് സ്റ്റാഫ് അവരെ കാണുന്നത്, നമ്മുടെ ഡെലിവറി സ്റ്റാഫ് അവരെ കാണുന്നത്, ഇതൊക്കെ നമുക്ക് ടച്ച് പോയിൻറ്റ്സ് ആയിട്ട് മാർക്ക് ചെയ്യാം. ഈ ഓരോ ടച്ച് പോയിൻറ്റിനെയും നമ്മളുടെ കസ്റ്റമർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ, അവർക്ക് ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിലാക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഈ ആക്ടിവേഷൻ അല്ലെങ്കിൽ കസ്റ്റമർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കസ്റ്റമർ എക്സ്പീരിയൻസിൻ്റെ ഡിസൈൻ ഫ്ലോസ് വരുമ്പോൾ, ഡിസൈൻ വീഴുമ്പോഴാണ് സെയിൽസ് കുറയണതായിട്ട് നമ്മൾ ഫസ്റ്റ് കാണാം. അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ കസ്റ്റമർ എക്സ്പീരിയൻസിലേക്ക് ഒന്ന് ശ്രദ്ധ കൊടുക്കുക. എവിടെയെങ്കിലുമൊക്കെ ഈ കസ്റ്റമർ എക്സ്പീരിയൻസിൽ ഫെയിലിയർ സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെയായിരിക്കും റവന്യൂ കുറയാൻ തുടങ്ങിയിട്ടുണ്ടാവുക, ഓക്കെ. ഇനി രണ്ടാമത്തെ പോയിൻ്റ്, അതായത് അപ്രോച്ച്, അതായത് സെയിൽസ്. എങ്ങനെ നമ്മൾ സെയിൽസ് ചെയ്യുക?
സെയിൽസും ഈ പറഞ്ഞ പോലെ ഒരു സ്ട്രേഞ്ചറിനെ നമ്മളുടെ കസ്റ്റമറാക്കി മാറ്റുന്ന പ്രോസസ്സാണ്. അപ്പോൾ ആ ഒരു സെയിൽസ് പ്രോസസ്സിന് ഒരു 5 സ്റ്റേജ് ഉണ്ടെന്ന് പറയാം. ഫസ്റ്റ് സ്റ്റേജിൽ ഈ സ്ട്രേഞ്ചർ അൺഅവെയർ ആയിരിക്കും. അതായത് ഈ സ്ട്രേഞ്ചർക്ക് ഒന്നിനെ പറ്റി അറിയില്ല. നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എസ്കിമോനെ വിചാരിക്കാം. ഒരു എസ്കിമോ AC എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റിനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. കാരണം അവിടെ എല്ലായിടത്തും ഐസാണ്, നല്ല തണുപ്പാണ്. അവരൊരു തരി ചൂട് എങ്ങനെ കിട്ടുമെന്ന് അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ഒരു എസ്കിമോ നമുക്ക് അൺഅവെയർ ആയിട്ട് എടുക്കാം ഒരു ACയുടെ സിറ്റുവേഷനിൽ. ഇനി ആ എസ്കിമോ ഖത്തറിലേക്ക് വന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ഗൾഫ് നാട്ടിലേക്ക് വന്നു. ആ എസ്കിമോ ആദ്യമായിട്ട് ചൂട് അനുഭവിക്കും. അതും ചെറിയ ചൂടൊന്നുമല്ല, അല്പമൊന്നും സഹിക്കാൻ പറ്റില്ല, അത്രയും ഭയങ്കര ചൂട് അനുഭവിക്കും. ആ ചൂട് അനുഭവിക്കുന്ന ആ എസ്കിമോ എത്തി നിൽക്കുന്ന സ്ഥലമാണ് പ്രോബ്ലം അവെയർ എന്ന് പറയാം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു അൺഅവെയർ ആയിട്ടുള്ള ഒരു എസ്കിമോനെ കണ്ടു, ഇപ്പോൾ അത് ആദ്യമായിട്ട് പ്രോബ്ലം അവെയർ ആയിട്ടുള്ള ഒരു എസ്കിമോനെ കണ്ടു. അപ്പോൾ അയാൾ ഫസ്റ്റ് ചെയ്യാൻ അന്വേഷിക്കും, എങ്ങനെയാണ് ഈ നാട്ടിലെ ആൾക്കാരൊക്കെ ജീവിക്കുന്നത്, എങ്ങനെയാണ് ഈ ചൂടില്ലാതെയൊക്കെ ആൾക്കാരിരിക്കണമെന്നൊക്കെ അന്വേഷിക്കും. അങ്ങനെ ആ എസ്കിമോൻ്റെ ഒരു ഫ്രണ്ടിനെ കൊണ്ടുവന്നായിരിക്കും. അപ്പോൾ ആ ഫ്രണ്ട് വീട്ടിൽ കൊണ്ടിട്ട് കാണിച്ചു കൊടുക്കുന്നത്, ഇവിടെ കണ്ടത് AC ആണ്, ഞങ്ങളൊക്കെ ഈ AC വെച്ചിട്ടാണ് ഇവിടെ വീടൊക്കെ തണുപ്പിക്കുന്നത്. അപ്പോൾ എസ്കിമോ എന്താവും, സൊല്യൂഷൻ അവെയർ ആവും. അപ്പോൾ അൺഅവെയർ ആയ ആൾ ആദ്യം പ്രോബ്ലം അവെയർ ആവണം, എന്നാലേ സൊല്യൂഷൻ അന്വേഷിക്കുകയുള്ളൂ. അപ്പോൾ സൊല്യൂഷൻ അവെയർ ആയി. ഇനി ഈ ഫ്രണ്ടിനോട് ചോദിക്കുക, അപ്പോൾ എനിക്ക് എവിടെ നിന്ന് AC വാങ്ങാൻ കിട്ടുക? അപ്പോൾ പറയും ലുലുവിൽ കിട്ടും. അങ്ങനെ ചിലപ്പോൾ ഈ എസ്കിമോ ലുലുവിൽ പോകും. ലുലുവിൽ പോകുമ്പോൾ എന്താ കാണുക, പല ടൈപ്പ് ഓഫ് AC കാണും. സാംസങ്, LG, ഗ്രീ, അങ്ങനെ പല ACയും കാണും. പലതിൻ്റെയും ഫീച്ചേഴ്സ് അറിയും, അതിൻ്റെ പ്രൈസ് അറിയും. അപ്പോൾ ആ ആൾ പ്രോഡക്റ്റ് അവെയറായി. ഇപ്പോൾ ഒരു സ്ട്രേഞ്ചറാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്, ഇപ്പോൾ പ്രോഡക്റ്റ് അവെയറായി. ഇനി ഈ പ്രോഡക്റ്റ് അവെയർ ആയിട്ടുള്ള ആൾ എല്ലാ പ്രോഡക്റ്റും ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അവസ്ഥേനെയാണ് മോസ്റ്റ് അവെയർ എന്ന് പറയുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇനി ഈ ഒരു അപ്രോച്ച് ഉണ്ടല്ലോ, സെയിൽസ് അപ്രോച്ച് ചെയ്യണ നേരത്ത് മിക്കവാറും കമ്പനികൾക്ക് ഒരു പ്രോബ്ലം വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ 5 ലെവലിൽ നിൽക്കുന്ന ആളോടും 5 കാര്യങ്ങൾ വേണം പറയാനായിട്ട്. ഇപ്പോൾ ഒരു ഫുള്ളി മോസ്റ്റ് അവെയർ ആയിട്ടുള്ള ആളോട് പറയാം, നമുക്ക് ഇങ്ങനെ പ്രൊമോഷൻ ഉണ്ട്, ഇങ്ങനെ ഒരു ഡീലുണ്ട്, ഒരു AC എടുത്തു കഴിഞ്ഞാൽ ഒരു ഫ്രിഡ്ജ് ഫ്രീ ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നമുക്ക് അട്രാക്റ്റ് ചെയ്തിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റും. പക്ഷെ അതേ കാര്യം ഒരു അൺഅവെയർ ആയിട്ടുള്ള ആളോട് പോയി പറഞ്ഞാൽ അയാൾക്ക് ഒരു മാറ്ററും ആവില്ല. അതായത് അയാൾ പറയും നിങ്ങൾ എന്താ ചെയ്യുക ചെയ്തോന്ന് പറഞ്ഞിട്ട് പോകും. അപ്പോൾ ഓരോ ലെവലിലുള്ള ആൾക്കാരോടും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട പോയിൻ്റ് ഉണ്ട്. ആ പോയിൻ്റ് തെറ്റി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് സെയിൽസ് നടക്കാത്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഓരോ പോയിന്റിൽ എന്താണ് സംസാരിക്കുകയെന്ന്. മോസ്റ്റ് അവെയർ സ്റ്റേജിൽ ഓഫേഴ്സ്, ഡിസ്കൗണ്ട്സ്, പ്രൊമോഷൻ, ഈ ഡീൽ എങ്ങനെയാണ് ക്ലോസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളിലേക്കാണ് ഡിസ്കഷൻ വരിക. ചിലപ്പോൾ B2Bയിലാകുമ്പോൾ നമ്മൾ ഇത്ര ക്രെഡിറ്റ് ടേംസ് തരാം, നമ്മൾ ഇത്ര വാറണ്ടി തരാം, നമ്മൾ ഇങ്ങനത്തെയൊക്കെ സപ്പോർട്ട് തരാം, ഞങ്ങൾ ഡെലിവറി ഫ്രീ ആക്കി തരാം, ഞങ്ങൾ സർവീസ് ആൻഡ് ഇൻസ്റ്റലേഷൻ ചെയ്ത് തരാം, ഞങ്ങൾ AMC ഫ്രീ ആയിട്ട് ആഡ് ചെയ്യാം, അങ്ങനെയൊക്കെ ആയിരിക്കും അത് ക്ലോസ് ചെയ്യണത്. ഓക്കെ, ഇനി നമ്മൾ അതിന് തൊട്ട് ബാക്കിൽ ഒരു പ്രോഡക്റ്റ് അവെയർ ആളോട് എന്ത് സംസാരിക്കും, നമ്മുടെ ഫീച്ചേഴ്സ് ഇതാണ്, ബെനിഫിറ്റ്സ് ഇതാണ്, ഞങ്ങൾ ഓവർ കോമ്പറ്റീറ്റർ, ഞങ്ങൾക്ക് ഇത്രയ്ക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, ഞങ്ങൾ ഇത്രയും പ്രൊജക്ട്സുകൾ ചെയ്തിട്ടുണ്ട്. അതാണ് ഒരു പ്രോഡക്റ്റ് അവെയർ ആയിട്ട് നിൽക്കുന്ന അവസ്ഥയിലുള്ള ക്ലയൻറ്റിനോട് സംസാരിക്കുക. ഒരു സൊല്യൂഷൻ അവെയർ ആയിട്ടുള്ള കസ്റ്റമറോട് എന്ത് സംസാരിക്കും, എങ്ങനെയാണ് അവർക്ക് ഫേസ് ചെയ്യണ പ്രോബ്ലംസ് നമ്മൾ ബെറ്ററായിട്ട് സോൾവ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു ഫയർ ഫൈറ്റിങ്ങിൻ്റെ ഇൻസ്റ്റലേഷനോ, അപ്പോൾ എന്താണ് നമ്മളുടെ പ്രോഡക്റ്റിൻ്റെ വ്യത്യാസം, എന്താണ് നമ്മളുടെ കൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ലോങ് ടേമിൽ ഉണ്ടാവാൻ പോണ ബെനിഫിറ്റ്സ്, അവരുടെ സൊല്യൂഷൻ ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ സംസാരിക്കും. ഇനി ഇങ്ങനത്തെ ഒരു പ്രോബ്ലമേ അറിയാത്ത ഒരാൾ, നമ്മളൊരു ഫ്രഷ് മാർക്കറ്റിലേക്ക് നമ്മളൊരു പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യണം, അപ്പോൾ അവർ പ്രോബ്ലം അവെയർ ആക്കി കൊടുക്കലാണ്. അതായത് നിങ്ങൾക്കറിയോ, നിങ്ങൾക്ക് സേഫ്റ്റി കിട്ടുന്നില്ല, നിങ്ങൾ ഇങ്ങനെ വയറിങ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സേഫ്റ്റി കിട്ടുന്നില്ല, ഞങ്ങളൊരു പുതിയൊരു സംഭവം കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് വെച്ചാൽ നിങ്ങൾക്ക് സേഫ്റ്റി കിട്ടും, ഇത് സേഫ്റ്റിയുടെ പ്രോബ്ലം കാരണം എത്ര ഇഷ്യൂസ് ഉണ്ടായെന്നറിയോ, പല സ്ഥലത്തും പല ആക്സിഡൻറ്റ്സ് ഉണ്ടായി. അപ്പോൾ അങ്ങനെ അവെയർനെസ് കൊടുത്തിട്ടാണ് ആ ഒരു പ്രോബ്ലം അവെയർനെസ് നമ്മൾ ഉണ്ടാക്കുകയാണ്, അവിടെ ഉണ്ടാക്കിയിട്ടാണ് അത് അതിൻ്റെ സൊല്യൂഷൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതൊന്നുമല്ല അറിയാത്ത അൺഅവെയർ ആൾക്കാരുടെ അടുത്ത് എന്ത് ചെയ്യും, സ്റ്റോറീസ് പറയും. അതായത് ഇപ്പോൾ ഈ എസ്കിമോൻ്റെ അടുത്ത് നമ്മൾ ഒരു ACനെ പറ്റി പറയുകയാണെന്ന് വെച്ചാൽ പറയും, നിങ്ങളുടെ നാട് പോലെയൊന്നുമല്ല, ഗൾഫ് നാടുകളിൽ ഭയങ്കര ചൂടാണ്, അവിടെയുള്ള ആളുകളെല്ലാവരും AC വെച്ചിട്ടാണ് ജീവിക്കണത് എന്നുള്ളതാണ് നമ്മൾ അവിടെ കൊടുക്കുന്ന ഒരു ഇൻഫർമേഷൻ. അപ്പോൾ വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മളൊരു സ്കൂൾ സങ്കല്പിക്കുക, ഒരു 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് കൊടുക്കുന്ന അതേ നോളജ് ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടിക്ക് കൊടുക്കൂല. ആ കുട്ടിക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഒരു കമ്പനി തന്നെ അവരുടെ പല കസ്റ്റമേഴ്സും ഇവരുടെ പല ക്ലാസ്സിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനെ പോലെ വേണം കാണാൻ. പല കസ്റ്റമേഴ്സിനോടും കൊടുക്കുന്ന മെസ്സേജിങ്, അവർക്ക് കൊടുക്കുന്ന ക്ലാസ്സും ഒക്കെ വേറെ ആയിരിക്കും. ഇതിന് ഞാൻ പറയുന്ന ഒരു മോഡലാണ് അക്വിസിഷൻ ത്രൂ എഡ്യൂക്കേഷൻ. നമ്മളൊരു കസ്റ്റമറെ ഒരു സ്ട്രേഞ്ചറിനെ നമ്മളുടെ കസ്റ്റമറാക്കി മാറ്റാൻ നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യണം. കാരണം ഇന്ന്
ഒരുപാട് ആൾക്കാർ വളരെ എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പോൾ അവർ ഇൻ്റർനെറ്റിൽ നോക്കിയിട്ട് ബിസിനസ്സിനും നമ്മുടെ പ്രോഡക്റ്റിനും സർവീസിനും ഒക്കെ പറ്റി പഠിച്ച് ചിലപ്പോൾ നമ്മളെക്കാളും ഇൻഫോംഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവും അവിടെ. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഇത് ഹാൻഡിൽ ചെയ്യാനായിട്ട്, ഓരോ കസ്റ്റമർ സിറ്റുവേഷനും ഹാൻഡിൽ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് സെയിൽസ് കുറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ. ഇനി നമുക്ക് മാർക്കറ്റിങ്ങിലേക്ക് വരാം, അതായത് അട്രാക്റ്റ്. ഓക്കെ, അത് അട്രാക്ഷൻ ഇല്ലെങ്കിൽ വരാവുന്ന പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം, അതെങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ബിസിനസ്സിലെ നമ്മളിപ്പോൾ സെയിൽസുകാരൊക്കെ മീറ്റിങ്ങിനൊക്കെ പോയിട്ട് തിരിച്ചു വന്നിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്, റേറ്റ് കുറവാണ് മറ്റുള്ളവർ കോട്ട് ചെയ്യണത്, നമ്മളുടെ റേറ്റും കൂടിയും കുറയ്ക്കാൻ കസ്റ്റമർ ചോദിക്കുന്നു. അപ്പോൾ നമ്മളൊരു ബ്രാൻഡ് പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുക. ഇപ്പോൾ ഞാനൊരു കാറ് വാങ്ങാൻ പോയി. ഓക്കെ, ഞാനൊരു ലോ പ്രൈസ്ഡ് കാറ് വാങ്ങാൻ പോയി. എന്നിട്ട് ഞാൻ ഒരു ജർമ്മൻ ഷോറൂമിൽ പോയിട്ട് ഞാൻ പറയുമോ, നോക്കി അവിടെ എനിക്ക് ആ റേറ്റിന് കാറ് തരാമെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കാർ എനിക്ക് ഈ റേറ്റിന് തരുമെന്ന് ചോദിക്കുമോ? ചോദിക്കില്ല. കാരണം അവിടെ ബ്രാൻഡ് വളരെ ക്ലിയർലി ബിൽട്ടാണ്. അപ്പം നമ്മളുടെ സെയിൽസിലോ അതല്ല വെച്ചെങ്കിൽ നമ്മളുടെ ബിസിനസ്സിനോട് ആളുകൾ നമ്മളുടെ റേറ്റ് കുറയ്ക്കാൻ പറയുന്നതിൻ്റെ റീസൺ നമ്മുടെ ബ്രാൻഡ് ബിൽഡല്ല അവരുടെ മൈൻഡിൽ. അപ്പോൾ ഒരു ബ്രാൻഡ് നമ്മൾ ആൾക്കാരുടെ മൈൻഡിൽ ബിൽഡ് ചെയ്യണം, അതിന് നമ്മൾ ബ്രാൻഡ് ബിൽഡിങ് തന്നെ ചെയ്യണം. ഓക്കെ, ആ ബ്രാൻഡ് ബിൽഡിങ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതിന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. നമ്മൾക്ക് ഒരു സ്റ്റാൻഡേർഡ്സ് ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ ബ്രാൻഡ് ബേസിക്കലി എന്താണെന്ന് പറഞ്ഞാൽ ഒരു പ്രോമിസാണ് ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ബ്രാൻഡ് ഇസ് എ പ്രോമിസ് എന്ന് പറയാം. ഒരു കമ്പനിയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരേ ലെവൽ ഓഫ് ക്വാളിറ്റി, ഒരേ ലെവൽ ഓഫ് സർവീസ് കിട്ടുമെന്നുള്ള ഒരു ഉറപ്പിനെയാണ് ബ്രാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുക, നിങ്ങളുടെ ബ്രാൻഡ് വെൽ നോൺ ആണോ, റെക്കഗ്നൈസ്ഡ് ആണോ, എത്ര സ്ഥലങ്ങളിൽ അതിന് റെക്കഗ്നിഷൻ ഉണ്ട്, അതിന് എന്തോരം നിങ്ങൾ PR ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ എന്തോരം ന്യൂസ് പേപ്പറിലൊക്കെ നമ്മളുടെ ന്യൂസ് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്, എന്തോരം നമ്മുടെ സോഷ്യൽ മീഡിയ, നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മൾ പെർഫെക്റ്റ് ആക്കിയിട്ടുണ്ട്, എന്തോരം നമ്മളുടെ SEO നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മുടെ വെബ്സൈറ്റിൽ കണ്ടൻറ്റുകൾ എല്ലാതും തന്നെ നമ്മൾക്ക് കൊടുത്തിട്ടുണ്ടോ. ഓക്കെ, ഇങ്ങനത്തെ എല്ലാ പ്രൊസീജിയറും സെറ്റ് ചെയ്ത് വരുന്നതിനെയാണ് ഒരു ബ്രാൻഡ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബ്രാൻഡിനായിട്ട് വർക്ക് ചെയ്യുമ്പോഴും ഒരു ബ്രാൻഡ് അല്ലാത്തൊരു കമ്പനിയായിട്ട് വർക്ക് ചെയ്യുമ്പോഴും ഉള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഒരു ബ്രാൻഡിൽ എല്ലാവർക്കും ഒരേ ഔട്ട്പുട്ട് എപ്പോഴും പ്രതീക്ഷിക്കാം. പക്ഷേ ഒരു കമ്പനി ബ്രാൻഡ് അല്ലെങ്കിൽ അവിടുന്ന് പല കാര്യങ്ങളും സംഭവിക്കാം. നമുക്ക് ഈവൻ ചോദിക്കാം, അതായത് എനിക്ക് റേറ്റ് കുറച്ച് തരുമോ. പക്ഷേ ഒരു ബ്രാൻഡായിട്ടുള്ളൊരു സ്ഥലത്ത് നമുക്കങ്ങനെ ചോദിക്കാൻ പറ്റില്ല. കാരണം അവർ അതൊക്കെ വളരെ സ്ട്രക്ചേർഡായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സെയിൽസ് കുറഞ്ഞു പോയി എന്നുള്ള പ്രോബ്ലം മാറിയിട്ട് നിങ്ങളുടെ സെയിൽസ്, നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ സെയിൽസ് അല്ല പ്രോബ്ലം, ഈ 3 കാര്യങ്ങളിൽ ഫെയിലിയർ വന്നു. അതായത് 3 പില്ലേഴ്സ് ഓഫ് സെയിൽസ് ആണ് അട്രാക്റ്റ്, അപ്രോച്ച്, ആക്ടിവേറ്റ്. ഇത് ഫെയിലാവുമ്പോൾ മാത്രം താഴത്തേക്ക് പോകുന്ന ഒരു സംഭവമാണ് സെയിൽസ്. മാർക്കറ്റിൽ നിങ്ങളുടെ പ്രോഡക്റ്റിന് ആവശ്യം ഇല്ല എങ്കിൽ ആ ഒരു ഇൻഡസ്ട്രി തന്നെ ഇല്ലാണ്ടാവും. പക്ഷെ ആ ഇൻഡസ്ട്രിയിൽ അത്രയധികം പ്ലെയേഴ്സ് ഉണ്ട്, അത്രയധികം കമ്പനികളുണ്ട്, ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട് വെച്ചെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഇൻഡസ്ട്രിക്ക് ഒന്നും പറ്റിയിട്ടില്ല. പക്ഷെ നിങ്ങളുടെ കമ്പനിയിൽ നിങ്ങളുടെ ഈ 3 പില്ലേഴ്സിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ സെയിൽസിൻ്റെ ഫോളിങ് പ്രോബ്ലം മാറ്റിയിട്ട് ഒരു ഗ്രോയിങ് സെയിൽസ് പ്രോബ്ലം ഉണ്ടാക്കി നിങ്ങളുടെ കമ്പനി സ്കെയിൽ ചെയ്ത് കൂടുതൽ സ്റ്റാഫിനെ റീറ്റെയിൻ ചെയ്ത് നിങ്ങളുടെ പേയ്മെൻറ്റ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാം, സസ്റ്റൈനബിലിറ്റി പ്രോബ്ലംസ് സോൾവ് ചെയ്യാം, കണ്ടിന്യൂറ്റി പ്രോബ്ലംസ് സോൾവ് ചെയ്യാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ലക്ക്.